തിരുവനന്തപുരത്തെ BJP നേതാവ് തിരുമല അനിൽകുമാറിന്റെ ആത്മഹത്യാ കുറിപ്പിന്റെ പൂർണ്ണ രൂപം ന്യൂസ് മലയാളത്തിന്. കുറിപ്പിൽ പോലീസിനോ CPIMനോ കുറ്റപ്പെടുത്തൽ ഇല്ല. ഇപ്പോൾ എന്നെ എല്ലാവരും കുറ്റപ്പെടുത്തുന്നു എന്ന് അനിൽകുമാർ അതിൽ പറഞ്ഞിട്ടുണ്ട്. വിവരങ്ങളുമായി അർജുൻ രാജാണ് ചേരുന്നത്. അർജുൻ, കുറിപ്പിൽ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ രാവിലെ പുറത്തു വന്നിരിക്കുന്നു. പക്ഷേ ഇപ്പോൾ പൂർണ്ണ രൂപമാണ് പുറത്തേക്ക് വന്നിരിക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങൾ ആത്മഹത്യാ കുറിപ്പിൽ അദ്ദേഹം പറയുന്നുണ്ട്? ലക്ഷ്മി, അങ്ങേയറ്റം നിസ്സഹായത പറഞ്ഞുകൊണ്ട് ഇപ്പോൾ അനുഭവിക്കുന്ന മാനസികാവസ്ഥയും വിഷമവും വ്യക്തമാക്കിക്കൊണ്ടുള്ള അനിൽകുമാറിന്റെ ആത്മഹത്യാ കുറിപ്പാണ് പുറത്തു വന്നിരിക്കുന്നത്. നേരത്തെ ചില പരാമർശങ്ങൾ ആത്മഹത്യാ കുറിപ്പിലുണ്ടായിരുന്നത് പുറത്തു വന്നിരുന്നു, ചില ഭാഗങ്ങൾ പുറത്തു വന്നിരുന്നു. 2 പേജ് എഴുതിയിട്ടുള്ള അനിൽകുമാർ എഴുതിയിട്ടുള്ള ആത്മഹത്യാ കുറിപ്പിന്റെ പൂർണ്ണ രൂപമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇപ്പോൾ എന്നെ എല്ലാവരും കുറ്റപ്പെടുത്തുകയാണെന്ന് അനിൽകുമാർ ആത്മഹത്യാ കുറിപ്പിൽ എഴുതുന്നുണ്ട്. ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ വലിയ മാനസിക ആഘാതത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നതെന്നാണ് അനിൽകുമാർ പറയുന്നത്. തിരിച്ചുപിടിക്കാൻ ബാങ്കിന്റെ സാമ്പത്തിക സ്ഥിതിയുമായി ബന്ധപ്പെട്ട് തിരിച്ചുപിടിക്കാൻ ഒരുപാട് തുക ബാക്കിയുണ്ടെന്ന് പറയുന്നുണ്ട്. ഏതെങ്കിലും തരത്തിലൊരു ക്രമക്കേട് ഞാനോ ഭരണസമിതിയോ ബാങ്കിൽ വരുത്തിയിട്ടില്ല. ഒരു തരത്തിലും ബിനാമി ലോണുകളോ വകമാറ്റലോ വരുത്തിയിട്ടില്ലെന്നും അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ ഈ ആളുകൾക്ക് തുക തിരിച്ചു നൽകാൻ കഴിയാത്തതിൽ വലിയ രീതിയിലുള്ള മാനസികാഘാതം താൻ ഇപ്പോൾ അനുഭവിക്കുകയാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇപ്പോൾ എന്നെ എല്ലാവരും കുറ്റപ്പെടുത്തുകയാണ്. എന്റെ ഭാര്യയെയോ മക്കളെയോ ഇതിന്റെ പേരിൽ ആരും വേട്ടയാടരുതെന്ന് ആത്മഹത്യാ കുറിപ്പിന്റെ അവസാനം അനിൽകുമാർ എഴുതി വെക്കുന്നുണ്ട്. പണം നിക്ഷേപിച്ച ഓരോ ആളുകൾക്കും പണം നിക്ഷേപിച്ചത് ഒരു സൊസൈറ്റിയിലാണ്. അതിന്റെ FD സർട്ടിഫിക്കറ്റ് തന്നിട്ടുണ്ട്. ഇതൊന്നും വ്യക്തിപരമായി എടുക്കേണ്ടതില്ല എന്ന് അദ്ദേഹം അവസാനമായി എഴുതുന്നു. എനിക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ഈ സമ്മർദ്ദത്തിൽ വിധേയപ്പെട്ടാണ് അത് സംഭവിച്ചതെന്ന് മനസ്സിലാക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ആ കത്ത് അവസാനിക്കുന്നത്. ഏറ്റവും ഒടുവിൽ ചിലവിനുള്ള പണവും വെച്ചിട്ടുണ്ടെന്ന് ആത്മഹത്യാ കുറിപ്പിൽ അനിൽകുമാർ എഴുതുന്നുണ്ട്. അങ്ങേയറ്റം മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളിലൂടെയും സമ്മർദ്ദത്തിലൂടെയും കടന്നു പോകുകയായിരുന്നു അനിൽകുമാർ എന്ന ഈ കത്തിലൂടെ മനസ്സിലാക്കാം. അതേ സമയത്ത് തന്നെ ഏതെങ്കിലും തരത്തിലുള്ള സഹായം അദ്ദേഹത്തിന് ഉണ്ടായിട്ടില്ല എന്നുള്ളത് വ്യക്തമാക്കുന്നതാണ് അദ്ദേഹത്തിന്റെ ആത്മഹത്യാ കുറിപ്പ്. ഒപ്പം തന്നെ ഇപ്പോൾ എല്ലാവരും കൂടി കുറ്റപ്പെടുത്തുകയാണെന്ന് അദ്ദേഹത്തിന്റെ വിഷമം കൂടി അതിൽ പങ്കുവെക്കുന്നുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള ഒരു ക്രമക്കേട് ബാങ്കുമായി ബന്ധപ്പെട്ട് താനോ ഭരണസമിതിയോ നടത്തിയിട്ടില്ല. 1 രൂപ പോലും അതിൽ വ്യക്തിപരമായി നേട്ടമുണ്ടാക്കിയിട്ടില്ല എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വ്യക്തമാക്കിക്കൊണ്ടാണ് അദ്ദേഹത്തിന്റെ ആത്മഹത്യാ കുറിപ്പുള്ളത്. ലക്ഷ്മി, അർജുൻ രാജാണ് വിവരങ്ങൾ പങ്കുവച്ചത്. തിരുവനന്തപുരത്താണ്. അർജുൻ, അദ്ദേഹം അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് തൻ്റെ ആൾക്കാർക്ക് ലോൺ കൊടുത്തതുമായി ബന്ധപ്പെട്ട്. ഈ ആൾക്കാർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനകത്ത് BJP, RSS തുടങ്ങിയ വാക്കുകൾ അദ്ദേഹം പ്രയോഗിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. ആ പാർട്ടിയുടെ പേര് അദ്ദേഹം എടുത്ത് പറഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. എങ്കിൽ പോലും അത് BJPക്കാരെ തന്നെയല്ലേ ഉദ്ദേശിച്ചിരിക്കുന്നത്? ഇതിൽ നേതാക്കന്മാർക്ക് ശരിക്കും മറുപടി പറയേണ്ടി വരില്ലേ? ലക്ഷ്മി, അതിൽ 2 കാര്യമുണ്ട്. ഒന്ന്, അദ്ദേഹം പറയുന്ന പരാമർശം നമുക്ക് തിരിച്ചു പിടിക്കാൻ ധാരാളം തുക ഉണ്ട് എന്നുള്ളതാണ്. അതിന് തൊട്ട് താഴെ തന്നെ അദ്ദേഹം നമ്മുടെ ആൾക്കാരെ സഹായിച്ചു എന്ന് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. സ്വാഭാവികമായും BJPയുടെ തലസ്ഥാനത്തെ ഏറ്റവും മുതിർന്ന നേതാക്കളിൽ ഒരാളായിരുന്നു, കൗൺസിലറാണ്. സ്വാഭാവികമായും ആ പേര് പരാമർശിക്കുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ പരാമർശിക്കുമ്പോൾ സ്വാഭാവികമായും അത് BJP ആളുകളെ സഹായിച്ചു എന്നുള്ള തരത്തിൽ തന്നെ എടുക്കേണ്ടി വരും. കാരണം ആ ബാങ്കിൽ നിന്ന് ഏറ്റവും കൂടുതൽ തുക വായ്പയായി വാങ്ങിയതൊക്കെ BJP അനുഭാവികളും അതുമായി ബന്ധപ്പെട്ടുള്ള ആളുകളുമാണെന്ന് ഇതിനോടകം തന്നെ വ്യക്തമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവരിൽ നിന്ന് ഒരുപാട് തുക നമുക്ക് തിരിച്ചു പിടിക്കാനുണ്ടെന്ന് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. നമ്മുടെ ആൾക്കാരെയാണ് സഹായിച്ചതെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഇപ്പോൾ എല്ലാവരും കൂടി എന്നെ കുറ്റപ്പെടുത്തുകയാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം BJPയുടെ കൗൺസിലറാണ്, ബാങ്ക് പ്രസിഡന്റാണ്. സ്വാഭാവികമായും അങ്ങനെ BJPക്ക് സ്വാധീനമുള്ള ഒരു ബാങ്കിൽ എല്ലാവരും തന്നെ കുറ്റപ്പെടുത്തുമെന്ന് പറയുമ്പോൾ അദ്ദേഹം സ്വാഭാവികമായും ആ സമ്മർദ്ദം ഉണ്ടായിട്ടുള്ളത് അല്ലെങ്കിൽ അദ്ദേഹം ഒറ്റപ്പെടുന്ന ഫീൽ വന്നിട്ടുള്ളത് എന്തായാലും ആ നേതൃത്വത്തിൽ നിന്നും തന്നെയാണെന്ന് വ്യാഖ്യാനിക്കേണ്ടി വരും. അതിനെന്തായാലും വിശദീകരണം നൽകേണ്ടത് BJP ആണ്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, പോലീസിൽ നിന്ന് CPIMന്റെ ഗൂഢാലോചന പ്രകാരം തനിക്ക് അനിൽകുമാറിന് സമ്മർദ്ദമുണ്ടായി, ഭീഷണി ഉണ്ടായി എന്നാണ് BJPയുടെ ജില്ലാ പ്രസിഡന്റ് കരമന ജയൻ കഴിഞ്ഞ ദിവസം ആരോപണം ഉന്നയിച്ചത്. പക്ഷേ ഈ കത്തിൽ എവിടെയെങ്കിലും അത്തരത്തിലൊരു ഭീഷണിപ്പെടുത്തലോ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി ഈ തുക ആവശ്യപ്പെട്ട കാര്യങ്ങളോ വിശദീകരിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ആ ആരോപണത്തിന്റെ യാഥാർത്ഥ്യം എങ്ങനെയാണെന്നുള്ളത് കൂടി BJP വിശദീകരിക്കേണ്ടി വരും. 5 ലക്ഷം രൂപ അനിൽകുമാറിനോട് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് നൽകാൻ പോലീസ്
തമ്പാനൂർ പോലീസ് ഭീഷണിപ്പെടുത്തിയെന്നായിരുന്നു BJPയുടെ ആരോപണം. ഇന്നലെ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ വരെ ആ ആരോപണം ഏറ്റുപിടിച്ചു. ഇന്ന് ആ ആരോപണം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് BJP പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തുകയും ചെയ്തു. പക്ഷേ ആ കാര്യങ്ങൾ 2 പേജ് അടങ്ങിയിട്ടുള്ള അനിൽകുമാറിന്റെ ആത്മഹത്യക്കുറിപ്പിൽ അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള സമ്മർദ്ദം CPM-ൽ നിന്നോ പോലീസിൽ നിന്നോ ഉണ്ടായിട്ടുള്ള കാര്യം അദ്ദേഹം പറയുന്നില്ല. പക്ഷേ അതേ സമയത്ത് തന്നെ നേതൃത്വത്തെ പ്രതിരോധത്തിലാക്കുന്ന തരത്തിൽ തന്നെ ഇപ്പോൾ എല്ലാവരും കൂടി ഒറ്റപ്പെടുത്തുകയാണ്. നമുക്ക് ഒരുപാട് തുക തിരിച്ചു പിടിക്കാനുണ്ട്, ഒപ്പം നമ്മുടെ ആൾക്കാരെ സഹായിച്ചു എന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ സ്വാഭാവികമായും അത് പ്രതിസ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നത് BJP ആണ്. അതേ സമയത്ത് CPM-നെതിരായി BJP ഏറ്റുപിടിച്ച അല്ലെങ്കിൽ BJP ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങൾ അദ്ദേഹത്തിന്റെ കത്തിലോ പരാമർശങ്ങളായിട്ടോ ഉണ്ടായിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. സ്വാഭാവികമായും ഈ ആത്മഹത്യക്കുറിപ്പ് കൂടുതൽ പ്രതിരോധത്തിലാക്കുന്നത് BJP നേതൃത്വത്തിൽ തന്നെയാണെന്ന് പറയേണ്ടി വരും. തീർച്ചയായും BJP നേതാക്കന്മാർക്ക് ഈ വിഷയത്തിൽ മറുപടി പറയേണ്ടി വരും. അർജുൻ, കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളോടൊക്കെ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പ്രകോപിതനാകുന്നതാണ് നമ്മൾ കണ്ടത്. മാധ്യമങ്ങളിൽ ചോദ്യം ചോദിക്കുമ്പോൾ ഒക്കെ റിപ്പോർട്ടർമാർക്ക് നേരെ കയർത്തടുക്കുന്ന രാജീവ് ചന്ദ്രശേഖരെയാണ് കണ്ടത്. ഉറപ്പായി ഈ വിഷയത്തിൽ മറുപടി പറയേണ്ടി വരുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. അപ്പോൾ ഈ മുതിർന്ന നേതാക്കന്മാരെയൊക്കെ ഇദ്ദേഹം ഈ കാര്യം ധരിപ്പിച്ചിട്ടുണ്ടോ? എന്താണ് അതുമായി ബന്ധപ്പെട്ട് നമുക്ക് കിട്ടുന്ന വിവരം അർജുൻ? ലക്ഷ്മി, ഇക്കാര്യത്തിൽ രാജീവ് ചന്ദ്രശേഖരന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്യുന്നതിന് 2 ദിവസം മുൻപ് തന്നെ വന്ന് കണ്ടിരുന്നു, താൻ സംസാരിച്ചിരുന്നു എന്നുള്ള കാര്യം രാജീവ് ചന്ദ്രശേഖർ തന്നെ അനിൽകുമാറിനെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ അനുശോചന കുറിപ്പിൽ വ്യക്തമാക്കിയത്. സ്വാഭാവികമായും ഈ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ കുറെ ദിവസമായി അനിൽകുമാറിന് ഉണ്ടായിരുന്നുവെന്ന് വേണം കരുതാൻ. സ്വാഭാവികമായും 2 ദിവസം മുൻപ് BJPയുടെ സംസ്ഥാന അധ്യക്ഷനെ കാണുമ്പോൾ ഈ കാര്യം പറയാതിരിക്കാനുള്ള ഒരു വഴിയും കാണുന്നില്ല. കാരണം അദ്ദേഹത്തിന്റെ ആത്മഹത്യക്കുറിപ്പിലൊക്കെ അങ്ങേയറ്റം നിസ്സഹായാവസ്ഥയും അദ്ദേഹം അനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദവും ഒന്നും ചെയ്യാൻ കഴിയാത്തതിന്റെ സങ്കടവും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ സംസ്ഥാന അധ്യക്ഷനുമായിട്ടൊക്കെ കാണുമ്പോൾ സ്വാഭാവികമായും ഈ പ്രശ്നങ്ങൾ അദ്ദേഹം പറയാനുള്ളൊരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. എന്ന് മാത്രമല്ല, തലസ്ഥാനത്തെ BJPയുടെ നേതാക്കൾക്കൊക്കെ ഈ വിഷയം കൃത്യമായിട്ട് അറിയാമായിരുന്നു. കഴിഞ്ഞ ദിവസം കരമന ജയൻ തന്നെ പറഞ്ഞത്, ഇങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ടായ ഘട്ടത്തിൽ ഈ വായ്പ തിരിച്ചടയ്ക്കാനുള്ള ആളുകളെ വിളിച്ചു വരുത്തി അനിൽകുമാറുമായി ചേർന്ന് ഇവരുമായി സംസാരിച്ചു. ഈ തുക പെട്ടെന്ന് തിരിച്ചു നൽകാനുള്ള നിർദ്ദേശം നൽകി എന്നുള്ളത്. അതായത് ഇക്കാര്യത്തിലുള്ള ഇടപെടൽ BJPയുടെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ ഈ പ്രതിസന്ധി BJPയുടെ നേതൃത്വത്തിന് കൃത്യമായിട്ട് അറിയാമായിരുന്നു. ഇതിൽ സമ്മർദ്ദം അനുഭവിക്കുന്നത് അനിൽകുമാറാണെന്ന് അറിയാമായിരുന്നു. പക്ഷേ ഏതെങ്കിലും തരത്തിൽ സംസ്ഥാന അധ്യക്ഷൻ 2 ദിവസം മുൻപ് കണ്ടിട്ട് പോലും ഏതെങ്കിലും തരത്തിലൊരു അനുകൂലമായിട്ടുള്ള പരിഹാരം ഈ പ്രതിസന്ധിക്ക് ഉണ്ടായിട്ടില്ല എന്നുള്ളത് അദ്ദേഹത്തിന്റെ ആത്മഹത്യ കൊണ്ട് വ്യക്തമാകുന്നതാണ്. സ്വാഭാവികമായും ഇക്കാര്യത്തിൽ ജില്ലാ നേതൃത്വത്തെ അദ്ദേഹം എന്തായാലും ഇക്കാര്യം അറിയിച്ചിട്ടുണ്ട്. BJPക്ക് കൂടുതൽ സ്വാധീനമുള്ള അല്ലെങ്കിൽ BJPയുടെ കൗൺസിലർ പ്രസിഡന്റ് ആയിട്ടുള്ള ബാങ്ക് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ഭരണസമിതി, അതിൽ നിക്ഷേപിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ പണം വാങ്ങുന്ന ആളുകളൊക്കെ സ്വാഭാവികമായും അതുമായി ബന്ധപ്പെട്ടുള്ള ആളുകളായിരിക്കും ഏറ്റവും കൂടുതൽ. അങ്ങനെയുള്ള ഒരു ബാങ്കിൽ സ്വാഭാവികമായും ആ വിഷയങ്ങൾ BJPയുടെ നേതൃത്വത്തെ അദ്ദേഹം അറിയിക്കാനുള്ള സാധ്യത തന്നെയാണ് നിലനിൽക്കുന്നത്. ചില നേതാക്കളിലേക്ക് പ്രതികരണത്തിൽ നിന്ന് തന്നെ നമുക്കത് വ്യക്തമായതുമാണ്. പക്ഷേ അതിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടലോ പരിഹാരമോ ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് ഇത്രയും മുതിർന്ന നേതാവിന് അല്ലെങ്കിൽ തലസ്ഥാനത്ത് തന്നെ ഏറ്റവും ജനകീയനോ അല്ലെങ്കിൽ BJPക്ക് അപ്പുറത്തേക്ക് സാധാരണക്കാർക്കൊക്കെ ഒരു കുറെ കൂടി കുറെ കൂടി എളുപ്പത്തിൽ സമീപിക്കാനൊക്കെ കഴിയുന്ന ഒരാൾക്ക് ഇങ്ങനെ ആത്മഹത്യ ചെയ്യേണ്ടി വന്നതെന്ന് പറയേണ്ടി വരും. അക്കാര്യത്തിൽ എന്തായാലും ഈ പറയുന്ന CPM-നെതിരായിട്ടുള്ള ആരോപണത്തിൽ മാത്രം നിന്നുകൊണ്ട് BJPക്ക് പ്രതിരോധിക്കാൻ കഴിയില്ല എന്നുള്ളത് വ്യക്തമാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സമ്മർദ്ദം തനിക്ക് CPM തന്നെ ഭീഷണിപ്പെടുത്തും, അല്ലെങ്കിൽ ഇങ്ങനെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് തന്നെ ഇത്തരത്തിൽ പണം ആവശ്യപ്പെട്ട് ഭീഷണിപ്പെടുത്തിയെന്നൊക്കെ അദ്ദേഹം ഈ ആത്മഹത്യക്കുറിപ്പിൽ പറയേണ്ടതാണ്. പക്ഷെ അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പരാമർശമോ ഏതെങ്കിലും പുറത്തുനിന്നൊരു സമ്മർദ്ദമുള്ള കാര്യമോ ഒന്നും അദ്ദേഹം പറയുന്നില്ല. അതേസമയത്ത് നമ്മുടെ ആൾക്കാർക്ക് പൈസ കൊടുത്തു, നമ്മളുടെ ആൾക്കാരിൽ നിന്ന് പൈസ വാങ്ങാനുണ്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത്. അതിൽ നിന്ന് വ്യക്തമാകുന്നത് ഇക്കാര്യത്തിൽ പ്രതിരോധത്തിലുള്ളത് എന്തായാലും BJP ആണ്. കൂടുതൽ വ്യക്തത ഇക്കാര്യത്തിൽ നൽകേണ്ടതും അവരാണെന്ന തരത്തിലാണ് അദ്ദേഹത്തിന്റെ ആത്മഹത്യക്കുറിപ്പ് എന്തായാലും പുറത്തു വന്നിട്ടുള്ളത്. ആത്മഹത്യാക്കുറിപ്പിന്റെ പൂർണ്ണ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നത്. അർജുൻ, ഇതിനകത്ത് പോലീസിന്റെ അന്വേഷണം ഏതൊക്കെ നിലയിലാണ് പുരോഗമിക്കുന്നത്? ഈ ലോൺ എടുത്ത് മുങ്ങിയ ആളുകളുമായി ബന്ധപ്പെട്ട് അവരെക്കുറിച്ചുള്ള എന്തെങ്കിലും സൂചനകളൊക്കെ അന്വേഷണ സംഘത്തിന് കിട്ടുന്നുണ്ടോ?
നിലവിൽ പോലീസിൽ ഏതെങ്കിലും തരത്തിലുള്ള പരാതി ഈ നിക്ഷേപകർ നൽകിയിട്ടില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ഒരു കേസ് ഇക്കാര്യത്തിൽ ഇതിന്റെ ഈ പ്രശ്നങ്ങളുടെ തുടക്കം എന്ന് പറയുന്നത് ഒരു കേസ് ഇക്കാര്യത്തിൽ ഒരു നിക്ഷേപകൻ ബാങ്കിൽ വന്ന് പ്രശ്നമുണ്ടാക്കിയതുമായി ബന്ധപ്പെട്ടാണ്. ബാങ്ക് സെക്രട്ടറിയാണ് ആദ്യം പോലീസിൽ ഇത് സംബന്ധിച്ചുള്ള പരാതി നൽകുകയും ചെയ്തത്. അതിനെ തുടർന്നാണ് അനിൽകുമാറിന് പോലീസ് സ്റ്റേഷനിൽ പോകേണ്ടി വരികയും ചെയ്തത്. അതല്ലാതെ ഏതെങ്കിലും തരത്തിലൊരു പരാതി ഇങ്ങനെ പണം നൽകാതെ പറ്റിച്ചു അല്ലെങ്കിൽ വഞ്ചിക്കപ്പെട്ടു എന്ന് പറഞ്ഞ് മറ്റ് ചില സഹകരണ ബാങ്കുകളിലൊക്കെ നമ്മൾ കണ്ടതുപോലെ ഒരു പരാതി നിലവിൽ എന്തായാലും ഈ ബാങ്ക് വലിയശാല ബാങ്കുമായി ബന്ധപ്പെട്ട് ഇല്ല. പോലീസ് എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുണ്ട്. വലിയ രീതിയിലുള്ള ഒരു ക്രമക്കേട് അല്ലെങ്കിൽ സാമ്പത്തികമായി കോടികളുടെ ഒരു ഇടപാട് നടന്നിട്ടുള്ള ബാങ്കാണെന്ന് പറയേണ്ടി വരും. 11 കോടി രൂപയാണ് ബാങ്കിൽ നിന്ന് വായ്പ എടുത്ത് തിരിച്ചടയ്ക്കാനായി ഉണ്ടായിരുന്നത്. 6 കോടിയോളം രൂപ നിക്ഷേപകർക്ക് കൊടുക്കാനുമുണ്ട്. അതിൽ ചില ആളുകളൊക്കെ ഈ രീതിയിൽ പണം തിരികെ നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ പ്രസിഡന്റായിട്ടുള്ള അനിൽകുമാറിനെ സമീപിച്ചിരുന്നു. അതിൽ BJP നേതൃത്വം ഒരു ഘട്ടത്തിൽ ഇടപെടുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് പരാതിയായി പോയിട്ടില്ല. നിലവിൽ പോലീസിന് മുന്നിലുള്ളത് ഈ പറയുന്ന അനിൽകുമാറിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടുള്ള പരാതിയാണ്. സ്വാഭാവികമായും അത് അസ്വാഭാവിക മരണത്തിന് കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിലുള്ള വിവാദങ്ങളൊക്കെ കൂടുതൽ വന്ന ഘട്ടത്തിൽ അത് കുറെ കൂടി വിപുലമാക്കാനുള്ള സാധ്യതയുണ്ട്. ആ ഘട്ടത്തിൽ ഇത്തരത്തിൽ പൈസ നൽകാതെ ഇത്തരത്തിൽ ഒരു ക്രമക്കേട് അല്ലെങ്കിൽ ആ തരത്തിലേക്ക് പോകുന്ന ആളുകളെ എന്തായാലും പോലീസ് കാണും. ഒപ്പം തന്നെ കൂടുതൽ പരാതികൾ ഈ ഇങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ടായ ഘട്ടത്തിൽ പണം തിരികെ ലഭിക്കില്ല എന്നുള്ള ആശങ്കയുടെ പുറത്ത് കൂടുതൽ പരാതികൾ സ്റ്റേഷനിൽ വരാനുള്ള സാധ്യത കൂടി ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. അർജുൻ രാജാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ പങ്കുവച്ചപ്പോൾ.